294 സ്ഥാനങ്ങളുള്ള പശ്ചിമ ബംഗാൾ നിയമസഭയിൽ കേവലം 38 മുസ്ലിം സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. 38 സീറ്റിൽ നിന്നായിട്ട് 37 പേര് ജയിച്ചു എന്ന് പറയുന്ന കൂടൽശ്ശേരി. ഒരാൾ 2 സീറ്റിൽ മത്സരിച്ച് 2 ജയിച്ചു. അപ്പോൾ ഒരെണ്ണം ഒഴിവായേ തീരും. ഈ 38 സ്ഥാനങ്ങളിൽ 32 ജയിച്ചത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നു. ഒരു സ്ഥലത്ത് CPM സ്ഥാനാർത്ഥി ജയിച്ചു, 2 കോൺഗ്രസ് ജയിച്ചു. 2 സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹുമയൂൺ കബീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം വിജയിച്ചു. അപ്പോൾ ഇതാണ് പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്ന് നമുക്ക് ധൈര്യസമേതം പറയാൻ പറ്റും. ഈ ജയിച്ച MLA-മാരിൽ ഭൂരിപക്ഷം ഇപ്പോൾ മമതാ ബാനർജിയെ വിട്ടൊഴിഞ്ഞ് നമ്മുടെ ഋതബ്രത ബാനർജിയുടെ കൂടെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള യാഥാർത്ഥ്യം. ഈ BJPയുടെ ഒരു B ടീമാണ് ഋതബ്രത ബാനർജി നയിക്കുന്ന അസ്ലി തൃണമൂൽ കോൺഗ്രസ് അഥവാ ഒറിജിനൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് നമുക്കറിയാം. തൃണമൂൽ കോൺഗ്രസ് പുലർത്തിയതിൻ്റെ പുറകിൽ അമിത്ഷായുടെ ചാണക്യതന്ത്രവും നരേന്ദ്രമോദിയുടെ ഇടപെടലുമാണ് എന്നുള്ളതും ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ്സുകാരും CPM-കാരും അടക്കം മമതാ ബാനർജിയെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. മമതാ ബാനർജിയാണ് ഈ ആയോഗം ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഇതിലുപരി ഈ ഡൽഹിയിൽ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ്സുകാർ തന്നെ മാറി ചിന്തിക്കുകയാണ്. അവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കണോ അതോ നേരിട്ട് BJPയിൽ ചേരണോ എന്ന സംശയത്തിലാണ്. ഋതബ്രത ബാനർജിയുടെ ആരാധകർ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ പോലും മമതാ ബാനർജിയെ മറ്റു തരത്തിൽ എതിർക്കുന്നവർ. ഇനി മമതാ ബാനർജിയോട് എതിർപ്പില്ല എങ്കിലും അനന്തരവൻ അഭിഷേക് ബാനർജിയെ സഹിക്കാൻ പറ്റുകയില്ല എന്ന നിലപാടുള്ളവർ, ഇവരൊക്കെ കണക്ക് തീർക്കാൻ കാത്തിരിക്കുകയാണ്. കാകോലി ഘോഷ് എന്ന് പറഞ്ഞ ഒരു ധീര വനിതയാണ് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഡൽഹിയിൽ അവർ ഈ കഴിഞ്ഞ ദിവസം വരെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പായിരുന്നു. മമതാ ബാനർജിക്ക് എന്തോ അരിഷ്ടം തോന്നി അവരെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കി. തൽസ്ഥാനത്ത് കല്യാൺ ബാനർജിയെ നിയമിച്ചു. ഈ കല്യാൺ ബാനർജിയാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ റോഡിൽ ഓടിച്ചിട്ട് തല്ലിയത്, മറ്റേ ആപ്പിൾ കൊണ്ട് എറിയുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള കല്യാൺ ബാനർജിയാണ് ഇപ്പോഴത്തെ പുതിയതായി നിയമിക്കപ്പെട്ട ചീഫ് വിപ്പ്. പക്ഷേ അദ്ദേഹത്തെ ചീഫ് വിപ്പായിട്ട് ലോക്സഭ സ്പീക്കർ അംഗീകരിച്ചില്ല. ഇനി സ്പീക്കർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, 38 പാർലമെൻറ്റ് അംഗങ്ങളാണുള്ളത്, 38 ലോക്സഭാ അംഗങ്ങളുണ്ട്. ഈ 38 പേരിൽ ഏതാണ്ട് 20 പേരെങ്കിലും മറുകണ്ഠം ചാടി കഴിഞ്ഞാൽ പാർട്ടിയിലെ ഭിന്നിപ്പ് പിളർപ്പായിട്ട് സ്പീക്കർ അംഗീകരിക്കും. അപ്പോൾ മറ്റവർക്ക് പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ പറ്റും. 20 അതിൽ കൂടുതൽ ആളുകളുണ്ട് എന്നാണ് കാകോലി ഘോഷും അവരുടെ കൂടുതൽ ആളുകളും പറയുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തലയെണ്ണം ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളിത് കാണുമ്പോഴത്തേക്കും ആ കാര്യത്തിലൊരു വ്യക്തത വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം, നേരത്തെ ബംഗാളിൽ പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. ബഹ്റാംപൂരിൽ നിന്ന് ജയിച്ച സുപ്രസിദ്ധ ക്രിക്കറ്റ് കളിക്കാരൻ യൂസഫ് പഠാനോട് കുമാരി മമതാ ബാനർജി അവർക്ക് വേണ്ടിയിട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. മമതാ ബാനർജി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. അവരിപ്പോൾ നിയമസഭയിലും അംഗമല്ല, ലോക്സഭയിലും അംഗമല്ല. അപ്പോൾ ലോക്സഭയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർ യൂസഫ് പഠാനോട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പഠാൻ അതിന് വിസമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ പഠാൻ പറയുന്നത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നില്ല, പക്ഷേ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ രാജിവെക്കുന്ന പ്രശ്നമില്ല. ബഹ്റാംപൂർ എന്ന് പറയുന്നത് മുസ്ലിം മൈനോറിറ്റി നന്നായിട്ട് വോട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്നാലേ നീതി ജയിക്കുകയുള്ളൂ എന്ന് അവർക്ക് ഒരുപക്ഷെ തോന്നിക്കാണും. കാരണം ബംഗാളിലെ ഹിന്ദുക്കൾ മൊത്തം സംഘടിച്ച് നീതിക്ക് പണി കൊടുക്കുന്നതാണല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. നായാടി മുതൽ നമ്പൂരി വരെ, അഥവാ നമോ ശൂദ്രർ മുതൽക്ക് കായസ്ഥരും ബ്രാഹ്മണരും വരെയുള്ള ആളുകൾ സംഘടിച്ച് മമതാ ബാനർജിയുടെ മുസ്ലിം പ്രീണനത്തിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവർ അധികാരത്തിൽ നിന്ന് പുറത്തായത്. മുസ്ലിം വോട്ടുകളാണെങ്കിൽ ഭിന്നിച്ച് നാനാ വഴിക്ക് പോവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബഹ്റാംപൂർ പോലുള്ള മണ്ഡലത്തിൽ മത്സരിച്ചാലും ജയിക്കുള്ളൂ എന്നാണ് നീതിയുടെ വിശ്വാസം. പക്ഷേ പഠാൻ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറില്ല. യൂസഫ് പഠാൻ്റെ കാര്യം പറഞ്ഞാൽ വലിയ തമാശയാണ്. ഇയാൾ ബംഗാളിയുമല്ല ബീഹാറിയുമല്ല, പുള്ളി ഈ ഗുജറാത്തുകാരനാണ്. ഗുജറാത്തിലെ വഡോദരയാണ് പുള്ളിയുടെ സ്ഥലം. വഡോദരയിൽ ജനിച്ച ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ട് വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുജനാണ് ഇർഫാൻ പത്താൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ക്രിക്കറ്റ് കളിക്കാരൻ. ഇപ്പോൾ രണ്ടുപേരും കളിയൊക്കെ നിർത്തി. ഈ ക്രിക്കറ്റ് ഫീൽഡിൽ നിന്ന് വിരമിച്ചപ്പോഴാണ് പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ കമ്പം കയറിയത്.
മമതാ ബാനർജി ആണെങ്കിൽ ഇദ്ദേഹത്തെ ഗുജറാത്തിൽ നിന്ന് ക്ഷണിച്ചു കൊടുത്തത് ബഹ്റാംപൂരിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബഹ്റാംപൂരിൽ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ്. ചൗധരി 1999 മുതൽക്ക് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് ബഹ്റാംപൂർ. ചൗധരിയെ തോൽപ്പിക്കാൻ ബംഗാളിൽ ആണായി പിറന്നവരാരുമില്ല എന്ന് തോന്നിയുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് യൂസഫ് പട്ടാനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. പട്ടാൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, പാർലമെൻറ്റ് മെമ്പറായി. അങ്ങനെ അധീർ രഞ്ജൻ ചൗധരിയെ മലത്തി അടിച്ചു എന്ന ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു ദീദി ഇത്ര നാളും കഴിഞ്ഞത്. ഇപ്പോൾ ദാ അതേ പത്താൻ തന്നെ ദീദിയെ വിട്ടൊഴിഞ്ഞ് ഈ കാകോലി ഘോഷിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. എങ്ങനെയുണ്ട് കൈ പിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന ദീദിക്ക് പട്ടാൻ കൊടുത്ത സമ്മാനം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ബംഗ്ലാ ഭാഷ പോലും അറിയാത്ത ആളാണ് പട്ടാൻ. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ഗുജറാത്തിയും സംസാര ഭാഷ ഉറുദുവുമാണ്. ഇങ്ങനെ ഒരാളെ ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് പൊക്കിക്കൊടുത്ത് ബഹ്റാംപൂരിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് പാർലമെൻറ്റ് മെമ്പറായി കഴിഞ്ഞപ്പോൾ ദീദി കിട്ടിയ സമ്മാനം എങ്ങനെയുണ്ട് എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയമായിട്ട് നടക്കുന്നതിൽ കൂടുതൽ. ഋതബ്രത ബാനർജിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, SFI നേതാവായിരുന്നു. ഈ സ്ത്രീ വിഷയത്തിൽ പുള്ളിയെ CPM നിന്ന് പുറത്താക്കിയതാണ്. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അവരുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി. വീണ്ടും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യസഭാംഗമായിരിക്കുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് വീണ്ടും മത്സരിച്ചു, ജയിച്ചു. അതിനുശേഷം ദീദിയുടെ കാലുവാരി. അപ്പോൾ ദീദിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു പുതിയ അനുഭവമല്ല. ഇനി ഒരുപാട് പേര് ദീദിയുടെ കാല് വാരാനുണ്ട്. ഇനി ഒരുപാട് പേര് വേല വയ്ക്കാനുണ്ട്. ഒരുപാട് പേര് ഇനി കുതികാല് വെട്ടാനുണ്ട്. ഈ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറഞ്ഞ പോലെയാണ് യൂട്യൂബ് യൂസഫ് എന്ന് പറഞ്ഞൊരു സാധനം. ഷേക്സ്പിയർ ജീവിച്ചിരുന്നെങ്കിൽ പുള്ളി എഴുതുമായിരുന്നു.